ഹായ് ഹലോ. ഇന്ന് സെപ്റ്റംബർ 20. ഞങ്ങളുടെ അച്ഛൻ മരിച്ചിട്ട് ഇന്നേക്ക് 5 വർഷം തികയുവാണ്. എന്നത്തെയും പോലെ തന്നെ ഞങ്ങൾ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് പാപനാശത്ത് പോയി ബലിയിടാനാണ് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാം. ഞങ്ങളുടെ മൂത്ത ചേട്ടൻ ഇത്തവണ വാരണാസിയിൽ അച്ഛനെ ബലിയിടാം എന്നുള്ള ആഗ്രഹമായിട്ട് വാരണാസിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് വർക്കലയിലെ ജനാർദ്ദന സ്വാമി ക്ഷേത്രം. ഒരുപാട് പഴക്കമുള്ള ക്ഷേത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഒപ്പം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടും കയറി. ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. എനിക്ക് പറ്റുന്ന എല്ലാ മാസങ്ങളും വരാറുണ്ട്. പണ്ട് ഞങ്ങളെ അച്ഛനായിരുന്നു കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ സന്തോഷമുണ്ട്, അതിനൊപ്പം തന്നെ ദുഃഖവുമാണ്. അങ്ങനെ അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ പാപനാശത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ 13 വർഷങ്ങളായി ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്ട്രോങ് പേഷ്യൻ്റ് തന്നെ ആയിരുന്നു കേട്ടോ. ഇവിടെ കണ്ടില്ലേ എത്ര പേരാ ബലിയിടാനായിട്ടൊക്കെ വരുന്നതെന്ന്. ഇവിടെ ഞങ്ങൾ എപ്പോൾ വന്നാലും ഇത്രയും ആൾക്കാർ തന്നെ കാണും കേട്ടോ. ഇപ്പം ഈ ബീച്ച് സൈഡൊക്കെ കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. എന്നിട്ട് ഞങ്ങൾ ബലി ഇട്ടത് കടലിൽ ഒഴുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് വീടെത്തിയപ്പോഴൊരു ആശ്വാസമായി. കാരണം ഇന്നലെ ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ലായിരുന്നു. എന്താണെന്നറിയത്തില്ല, ഉറക്കം വന്നില്ല. കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ അലങ്കരിക്കാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ നിന്ന് കുറച്ച് പൂക്കൾ മേടിച്ചായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും ഏട്ടനും നല്ലതുപോലെ ഇത് സെറ്റാക്കി എടുക്കാനുള്ള പുറപ്പാടിലായിരുന്നു. അതിൽ നിന്ന് കുറച്ച് പൂക്കൾ അമ്മ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് അടുത്തും വെച്ചു. എന്നിട്ട് നമ്മൾ കാപ്പി കുടിച്ചു. അടുക്കളയിൽ കയറി ഇന്നത്തെ വെച്ച് കൊടുക്കാനുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള പുറപ്പാടിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞു നമ്മൾ ഫുഡ് കഴിച്ചു. വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.